കണ്ണൂരിൽ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ നടത്തിവരുന്ന സമരം ഒത്തുതീർപ്പാക്കാൻ ഫോർമുല മുന്നോട്ട് വെച്ച ജില്ലാ ഭരണകൂടം. വേതന വർധനവ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് കളക്ടർ നടത്തിയ ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. സമരം തീർക്കാൻ വ്യാഴാഴ്ച വീണ്ടും കളക്ടർ സമരക്കാരുമായി ചർച്ച നടത്തും. കണ്ണൂരിലെ 6 ആശുപത്രികളിൽ കഴിഞ്ഞ 54 ദിവസമായി തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായാണ് കളക്ടർ യോഗം വിളിച്ചത്. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെയും സമരസഹായ സമിതിയുടെയും ഭാരവാഹികളും ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. വെവ്വേറെയായിരുന്നു ചർച്ച. സമരം ഒത്തുതീർപ്പാക്കുന്നതിന് കളക്ടർ ചില ഫോർമുലകൾ മുന്നോട്ട് വെച്ചു. ഇക്കാര്യം ചർച്ച ചെയ്ത് അറിയിക്കാമെന്ന് നഴ്സസ് അസോസിയേഷൻ കളക്ടറെ അറിയിച്ചു. തുടർന്ന് വ്യാഴാഴ്ച വീണ്ടും ചർച്ച നടത്താൻ തീരുമാനമായി. കളക്ടറുടെ സാന്നിധ്യത്തിൽ തന്നെയാകും ചർച്ച. ആദ്യവട്ട ചർച്ച വെവ്വേറെയായിരുന്നുവെങ്കിൽ രണ്ടാം വട്ട ചർച്ച സംയുക്തമായി നടത്താനാണ് ധാരണ. വേതന വർധനവിന്റെ കാര്യത്തിൽ മാനേജ്മെന്റുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ നഴ്സസ് അസോസിയേഷൻ ഉന്നയിച്ച ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാൻ ഉടമകൾ തയ്യാറായിട്ടില്ല. സീനിയർ നഴ്സുമാരുടെ വേതനം ഉൾപ്പെടെയുള്ള കാര്യത്തിലാണ് അനിശ്ചിതത്വം തുടരുന്നത്. ഒരു ഘട്ടത്തിലും വേതന വർധനവ് അംഗീകരിക്കില്ലെന്ന നിലപാടിൽ നിന്നും മാനേജ്മെന്റും പിന്നോക്കം പോയിട്ടുണ്ട്. വ്യാഴാഴ്ച നടക്കുന്ന ചർച്ചയിൽ സമരം ഒത്തുതീർപ്പാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. സമരം നീട്ടിക്കൊണ്ടുപോയാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് കളക്ടറും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷിഹാബ്, വൈസ് പ്രസിഡന്റ് ടെജിമോൾ, ഇ.കെ. അനുപമ, ജില്ലാ പ്രസിഡന്റ് സോഫിയ അബ്രഹാം, സെക്രട്ടറി പ്രജിത മാവള്ളി, ട്രഷറർ CM മുക്ത, സമരസഹായ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റഷീദ് കൗവായി, വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് P. അജയകുമാർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.